പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇതൊന്ന് പ്രതിസന്ധി തീർക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള നീക്കം നടത്തുന്ന രണ്ട് രാജ്യങ്ങളാണ്, ഒന്ന് ഈജിപ്തും ഒന്ന് ഖത്തറും. ഖത്തറെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യമാണെങ്കിൽ പോലും ഈ മേഖലയിൽ സമാധാനം കൊണ്ടുവരാൻ, മേഖലയിൽ ഇടഞ്ഞു നിൽക്കുന്ന വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ഒരു അനുരഞ്ജനത്തിന്റെ സാധ്യത രൂപപ്പെടുത്താൻ ഡിപ്ലോമാറ്റിക്കലായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള നിലപാടുകൾ കൈക്കൊണ്ട പ്രായോഗികമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്ന ഒരു രാജ്യമാണ് ഖത്തർ. അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പോലും നിരന്തരം പറഞ്ഞു വരുന്ന ഒരു കാര്യമാണ്, ഈ മേഖലയിൽ ഇത്രയേറെ ശക്തമായിട്ട് ഒരു മധ്യസ്ഥ റോൾ വഹിക്കാൻ പറ്റുന്ന ഖത്തറിനെ പോലെ മറ്റൊരു രാജ്യമില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ട്രംപ് തന്നെയാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൗനാനുവാദത്തോടു കൂടി ആയിരിക്കണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഈ ഒരു ആക്രമണം ഇന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ നേരത്തെ അജിംസ് സൂചിപ്പിച്ചതുപോലെ ഈ മേഖലയിൽ അരക്ഷിതാവസ്ഥ പൂർണ്ണമായിട്ടും പടർത്താൻ അതിൽ ഏതെങ്കിലും ഒരു രാജ്യങ്ങൾക്ക് മാത്രം സുരക്ഷയുണ്ടാകില്ല എന്ന കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് നൽകാൻ തന്നെയാണ് ഈ ആക്രമണം നടന്നിരിക്കുന്നത്. ജെറൂസലമിൽ 6 പേർ കൊല്ലപ്പെട്ട ഒരു ആക്രമണ സംഭവമായിട്ട് ഇതിനെ ചേർത്ത് നിർത്തുന്നത് പോലും വളരെ കൃത്യമാണ് ലക്ഷ്യം. കാരണം മറ്റൊരു ന്യായീകരണവും ഇതിന് പറയാനില്ല. കാരണം ഇസ്രായേൽ സംഘങ്ങൾക്ക് പോലും ആതിഥേയത്വം വഹിക്കുകയും അവരുമായി പോലും നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നടത്തുന്ന ഈ രണ്ട് മധ്യസ്ഥ രാജ്യങ്ങളെ തൽക്കാലം പിന്തിരിപ്പിക്കാൻ സാധിച്ചാൽ തങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ തന്നെ ഈ ആക്രമണ പദ്ധതി വിശാലമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ലഭിക്കും എന്ന ഒരു മുന്നറിയിപ്പ്. അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു വാട്ടർ ഷെഡ് മൊമെന്റ് എന്ന് പറയാം. കാരണം മൊസാദിന്റേതുൾപ്പെടെ ആളുകൾ ചർച്ചയ്ക്ക് വേണ്ടി എത്തുന്ന ഒരു നഗരമാണ് ദോഹ. അവിടെ ആക്രമണം ഇസ്രായേൽ നടത്തി കഴിഞ്ഞാൽ ഇനി ഈ നെഗോഷിയേഷൻ പ്രോസസ്സിന്റെ ഭാവി എന്താകും? ഏറ്റവും പ്രധാനമാണ് ഇന്നിപ്പോ രാത്രി ഖത്തറിന് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വക്താവിന്റെ വാർത്താ സമ്മേളനം നടക്കാൻ പോവുകയാണ്. ആ സമ്മേളനത്തിലായിരിക്കും ഒരുപക്ഷെ ഖത്തറിന്റെ ശക്തമായിട്ടുള്ള ചില തുടർ നീക്കങ്ങൾ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം ഈ മധ്യസ്ഥ റോൾ ലോക സമാധാനത്തിന് വേണ്ടി അന്തർദേശീയ സമൂഹത്തിന്റെ താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളുടെയും പിന്തുണയോടുകൂടിയാണ് ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ അത്തരമൊരു ദൗത്യം നിർവഹിച്ചു വരുമ്പോൾ ഈ അർത്ഥത്തിലുള്ള ഒരു ആക്രമണം തങ്ങളുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നഗ്നമായിട്ടുള്ള ഒരു കടന്നാക്രമണം വരുമ്പോൾ തീർച്ചയായിട്ടും ഖത്തറിന് ചില പുനരാലോചനകൾ നടത്തേണ്ടി വരും. അമേരിക്കയോടുള്ള നിലപാട് സംബന്ധിച്ചുള്ള ഒരു കൃത്യത ബോധ്യപ്പെടുത്തേണ്ടി വരും. അതുകൊണ്ട് അത്ര വലിയ ഒരു ഗൗരവത്തിൽ തന്നെയാണ് ഖത്തർ മാത്രമല്ല ഗൾഫ് രാജ്യങ്ങൾ ഒന്നിച്ചു തന്നെ ഇതിനെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് 6 ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന GCC കൗൺസിലിന്റെ പ്രസ്താവനയും അക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. വളരെ നഗ്നമായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ് ഖത്തറിന്റെ പരമാധികാരത്തിന് നേരെ നടന്നിരിക്കുന്നത്. അതുകൊണ്ട് ഖത്തർ സ്വീകരിക്കാൻ പോകുന്ന ഏതൊരു നടപടിയെയും തങ്ങൾ അതിശക്തമായി തന്നെ അതിന്റെ കൂടെ ഉണ്ടാവും. ആ നടപടിക്ക് തങ്ങളുടെ പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്ന് GCC രാഷ്ട്രങ്ങൾ വ്യക്തമാക്കുന്നതും ഈ നിലപാട് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. ഇതിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി എന്നത് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി തിരിച്ചുപോയി എന്നത് മാത്രമല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശങ്ക സൃഷ്ടിക്കുന്നത് ഇത്രയും കാലം തങ്ങൾ വിശ്വസിച്ചിരുന്ന അമേരിക്കൻ ഒരു പരിരക്ഷ, അമേരിക്ക സാരൂഢമായിട്ട് ഏതൊരു ഇത്തരം ഘട്ടങ്ങളിലും തങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് ഈ രാജ്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മറ്റെന്തൊക്കെ എതിർപ്പുകൾ ഉണ്ട് എങ്കിൽ പോലും അമേരിക്കൻ താല്പര്യങ്ങളോട്, അമേരിക്കൻ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം എല്ലാ മേഖലകളിലും തുടർന്നു വന്ന ഈ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ആക്രമണം അത്ര ലളിതമായിട്ട് കാണാൻ അവർക്ക് സാധിക്കുകയില്ല. തീർച്ചയായിട്ടും അവർ ഒരുമിച്ച് തന്നെയായിരിക്കും തുടർ നീക്കങ്ങളിൽ ഏർപ്പെടുക. അത് ഈ ഗൾഫ് രാജ്യങ്ങളിൽ മാത്രമല്ല, 57 അംഗ മുസ്ലിം രാജ്യങ്ങളുടെ പൊതു കൂട്ടായ്മയായ OIC-യും അറബ് ലീഗും ഒക്കെ ഇതേ വികാരം തന്നെയാണ് ഇന്ന് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം തങ്ങൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. ഇനി വീണ്ടും ഇറാനെതിരെയാണെങ്കിൽ ആക്രമണം നടത്താനുള്ള പദ്ധതിയുമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഏറ്റവും ലഭ്യമായ അവശ്യ വസ്തുക്കളും മറ്റും കരുതി വെക്കാനുള്ള ഒരു മുന്നറിയിപ്പ് ഇറാൻ നേതൃത്വം ജനങ്ങൾക്ക് നൽകിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ കൂടുതൽ കലുഷിതമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മേഖലയെ കൊണ്ടുവരിക, പരമാവധി രാജ്യങ്ങൾ അമേരിക്കയുമായി ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങൾക്കിടയിൽ പോലും വലിയ തോതിൽ ചിത്രത രൂപപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള ഒരുപാട് ആസൂത്രിത ലക്ഷ്യങ്ങളോടുകൂടി തന്നെയാണ് ഈ ആക്രമണം ഇന്ന് ഖത്തറിന് നേരെ അരങ്ങേറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഭാവിയിൽ ഇനിയും ആക്രമണത്തിന് സാധ്യതയുണ്ട് എന്ന അർത്ഥത്തിലുള്ള മുന്നറിയിപ്പുകൾ വരുമ്പോൾ കൂടുതൽ ആപൽക്കരമായിട്ടുള്ള ഒരു അവസ്ഥ
അവസ്ഥയിലേക്ക് തന്നെ ഈ പശ്ചിമേഷ്യൻ മേഖലയെ കൊണ്ടുപോവുക എന്നത് തന്നെയാണ് നെതന്യാഹുവും അതോടൊപ്പം തന്നെ സൈനിക നേതൃത്വവും ആഗ്രഹിക്കുന്നത്. അതിലൂടെ ഈ അരക്ഷിതാവസ്ഥ പരമാവധി മുതലെടുക്കുക, അങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ നിലനിർത്തുക എന്ന നെതന്യാഹുവിന്റെ താല്പര്യം മാത്രമല്ല, ഇസ്രായേലിന്റെ ഒരു പൊതു താല്പര്യം കൂടിയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെ എങ്ങനെ ചെറുക്കും? അമേരിക്കയോടുള്ള സമീപനം പിന്നെ ഈ അർത്ഥത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ആ ഒരു വിശ്വാസ്യതയുടെ പുറത്ത് എത്ര കണ്ട് മുന്നോട്ട് നീങ്ങും എന്നതുൾപ്പെടെയുള്ള നിർണായകമായിട്ടുള്ള ചോദ്യങ്ങൾ കൂടിയാണ് ഈ രാവിൽ ഉയർന്നു വരുന്നത്. അജിംസ്, ഈ ഖത്തറിനെ സംബന്ധിച്ച് ഖത്തർ ഒരു സോഫ്റ്റ് പവർ ഉള്ള ഒരു രാജ്യമാണ് എന്ന് മാത്രമല്ല, ഈ ഗൾഫ് യുദ്ധകാലത്ത് പോലും ഒരു സംഘർഷവും ഏൽക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒരു രാജ്യം. 1971 സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചത് മുതൽ ആദ്യമായിട്ടാണ് ആ രാജ്യത്തിന് മേൽ ഒരു ആക്രമണം ഉണ്ടാവുന്നത്. പൊതുവെ GCC രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ കുറവാണ് എന്ന് തന്നെ പറയാം.